Hi, welcome to Dream Drive. Dream Drive in ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജീപ്പ് മലയാളികൾക്ക് ഏറെ സുപരിചിതമായ വാഹനമാണ്. കേരളത്തിന്റെ ഒരു ഹില്ലി റീജിയൻസിലൊക്കെ ഇപ്പോഴും ജീപ്പ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ പണ്ട് മുതലേ കണ്ടുവന്ന വാഹനമാണിത്. പോലീസ് ഒഫീഷ്യൽസ് ആയാലും മിലിറ്ററി ഒഫീഷ്യൽസ് ആയാലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായാലും ഒക്കെ ഉപയോഗിച്ച് വരുന്നത് ജീപ്പാണ്. ഏത് മോഡലാണെന്ന് പോലും നോക്കാതെ നമ്മൾ അതിനെ ജനറലൈസ് ചെയ്ത് ജീപ്പ് എന്ന് വിളിക്കാൻ തുടങ്ങി. ആക്ച്വലി ഫിയറ്റും ക്രൈസ്ലറും ചേർന്നൊരു മാനേജ്മെൻറ്റിൽ അവർ ബ്രാൻഡ് ചെയ്ത ഒരു വാഹനമാണ് ജീപ്പ്. ലേറ്റർ ഓൺ മഹീന്ദ്ര ഇതിൻ്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് ബൊലേറോ, താർ തുടങ്ങിയ വാഹനങ്ങൾ കൊണ്ടുവന്നിരുന്നു. ആൻഡ് നൗ ദ ജീപ്പ് ഇസ് ബാക്ക്. 2017 ജീപ്പ് കോമ്പസ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് നൗ ഡ്രീം ഡ്രൈവ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജീപ്പിന്റെ ലിമിറ്റഡ് പ്ലസ് 4x4 കോമ്പസ്. Moving on to the details, the side profile നോക്കുവാണെങ്കിൽ കോമ്പസിൻ്റെ സൈഡ് പ്രൊഫൈൽ ഇറ്റ് ഇസ് വെരി സ്ട്രോങ് ആൻഡ് മാസ്കുലിൻ. നമ്മൾ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് വീലിൽ നിന്ന് തന്നെ തുടങ്ങാം. ദറ്റ് ഇസ് ലിമിറ്റഡ് പ്ലസ് ആയതുകൊണ്ട് തന്നെ 18-inch അലോയ് വീൽസ് ആണ് വരുന്നത്. ആൻഡ് ഇതിനകത്തൊരു 5 സ്പോക്ക് അലോയ് ആണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ആൻഡ് ഓരോ വേരിയൻറ്റിൽ അത് ഡിസൈൻസ് കീപ്പ് ഓൺ ചേഞ്ചിങ്. മറ്റൊരു കാര്യമാണെങ്കിൽ ഇതിൻ്റെ ഒരു സിഗ്നേച്ചർ ഡിസൈനാണ് ടാപ്പിഡോസൽ വീൽ ആർച്ച്. ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന കോമ്പസസ് എക്സോട്ടിക്ക റെഡ്, സോ ദാറ്റ് ഹാൻഡിലും ബോഡി കളറാണ്. ആൻഡ് വി ഹാവ് ഗോട്ട് എ സ്മോൾ ബട്ടൺ ഓവർ ഹിയർ. ഇത് സെൻസറാണ്. ലൈക്ക് നമ്മുടെ കയ്യിൽ ആ കീ ഫാബ് ഉണ്ടെങ്കിൽ നമ്മൾ അൺലോക്ക് ചെയ്യാണ്ട് തന്നെ വണ്ടി അൺലോക്ക് ആവും. നമ്മൾ ജസ്റ്റ് കുറച്ച് അടുത്ത് എത്തുമ്പോൾ തന്നെ വി ഡോണ്ട് വാണ്ട് ടു പ്രസ് ദാറ്റ്, അല്ലാതെ തന്നെ അൺലോക്ക് ആവും. അതാണ് സെൻസറിങ് ബട്ടൺ. സോ ബോഡി കളർ, ഹാൻഡിൽ. ടൂ ടോൺ ബമ്പറാണ് കോമ്പസിൻ്റെ ഒരു പ്രത്യേകത എടുത്ത് പറയണമെങ്കിൽ. ആൻഡ് സോ ദാറ്റ് ഈ താഴത്തെ പോർഷനിൽ ഒരു പ്ലാസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ബ്ലാക്ക് ഇൻ കളർ. സോ ദാറ്റ് റെഡ് ആൻഡ് ബ്ലാക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. ഈവൻ ദോ ഇറ്റ് ഗോസ് വിത്ത് വൈറ്റ് ഓൾസോ നല്ലൊരു കോമ്പിനേഷനാണ്. ഇറ്റ്സ് വെരി നീറ്റ് ആൻഡ് വെരി അട്രാക്റ്റീവ്. ടോക്കിംഗ് അബൌട്ട് ദ വീൽ ബേസ്, ഇറ്റ് ഇസ് 2636 mm, which is pretty long. The length, it is 4395 mm and width is 1818 mm. Compass in the height total നോക്കുവാണെങ്കിൽ it is 1640 mm. Compass in the rear end is very smart and it's very stylish. Tail lamp angle, it is LED tail lamp. Then moving on to the roof spoiler, it has got a stop light over here. Very attractive aanu. And as I told, it is dual tone bumper, black and red combination is very attractive. So that മൊത്തത്തിൽ പറയുന്നത് വളരെ സ്റ്റൈലിഷ് ആണ് കോമ്പസിൻ്റെ rear end. ഡെഫിനറ്റ് ആയിട്ട് പറയേണ്ട മറ്റൊരു കാര്യം ആ ലോഗോ ആണ്. ഈവൻ ദോ ഇറ്റ് ഇസ് സ്മോൾ, അത് തരുന്ന ഒരു ഇമ്പാക്ട് ഇറ്റ് ഈസ് വെരി പവർഫുൾ. സ്റ്റോറേജ് സ്പേസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് 438 liters ബൂട്ട് സ്പേസ് വരുന്നുണ്ട് കോമ്പസിൽ. ആൻഡ് യു വിൽ നെവർ റൺ ഔട്ട് ഓഫ് സ്പേസ് ഫോർ യുവർ ലഗേജ് ഇൻ എ കോമ്പസ്. മാത്രമല്ല 3 level അഡ്ജസ്റ്റബിൾ റെയർ കാർഗോയുണ്ട്. റൂഫ് പോർഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ലിമിറ്റഡ് പ്ലസ് ആണ്. ഇതിൽ വി ഹാവ് ഡ്യുവൽ പെയിൻ പനോറമിക് സൺ റൂഫ്. അപ്പോൾ യൂഷ്വലി ഫ്രണ്ടിൽ ആ പോർഷൻ വി ക്യാൻ സ്ലൈഡ് ചെയ്യാൻ പറ്റും. ബാക്ക് പോർഷൻ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. പക്ഷേ ആ പനോറമിക് വ്യൂ കിട്ടും നമുക്ക്. ആൻഡ് മൂവിങ് ഓൺ ടു യൂഷ്വലി കോമ്പസിന് വരുമ്പോൾ ഇറ്റ്സ് റിബ്ഡ് റൂഫാണ് വരുന്നത്. സ്ട്രക്ചറൽ സ്ട്രെങ്ത് ആഡ് ഓൺ ചെയ്യാനാണ്, അതിൻ്റെ ഒരു ബ്യൂട്ടി കിട്ടാനാണ് റിബ്ഡ് റൂഫ്. ആൻഡ് ഇവിടെ സൈഡിൽ റെയിലിങ്സ് കൊടുത്തിട്ടുണ്ട്, റൂഫ് റെയിലിങ്സ് ആൻഡ് വിത്ത് ക്രോം ലൈനിങ് ആൻഡ് ഓൾ. സോ ദാറ്റ് ഇസ് ഓൾസോ വെരി അട്രാക്റ്റീവ്. ഇതിൻ്റെ കൺവെൻഷണൽ ടൈപ്പ് ആൻറ്റീന ഉണ്ട്, അത് നോർമൽ തിങ്. ആൻഡ് റൂഫ് റെയിലിങ്സ് രണ്ട് സൈഡിലും നല്ല അട്രാക്റ്റീവ് റൂഫ് റെയിലിങ്സ്, ബ്ലാക്ക് ആൻഡ് ക്രോം ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി അട്രാക്റ്റീവ്.
ജീപ്പിനെ നമ്മൾ കോമ്പസ് നമ്മൾ യൂഷ്വലി മെൻഷൻ ചെയ്യാറുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ ബേബി ചെറക്കി ബിക്കോസ് അതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ലുക്ക് ഒരു ചെറക്കിയുടെ ലുക്ക് നമുക്ക് തരുന്നുണ്ട്. അതിൻ്റെ കൺവെൻഷണൽ ഡിസൈൻ പാറ്റേൺ തന്നെയാണ്. ദാറ്റ് ഇസ് 7 സ്ലോട്ട് ഗ്രിൽ, ഡ്യുവൽ ടോൺ ബമ്പർ ആൻഡ് അതിൻ്റെ താഴ്ഭാഗത്ത് ഇറ്റ്സ് എ പ്ലാസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ബോത്ത് ഇത് രണ്ടും എല്ലാം മൊത്തത്തിലൊരു മാസ്കുലിൻ ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇറ്റ്സ് വെരി ഗ്രാൻഡ്. കോമ്പസ് ഒത്തിരി കളേഴ്സിൽ അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ കാണിച്ചത് എക്സോട്ടിക്ക റെഡ് ആൻഡ് നൗ ദിസ് ഇസ് ഹൈഡ്രോ ബ്ലൂ. ഇതിൻ്റെ ഇൻറ്റീരിയർ ദിസ് ഇസ് ഓൾസോ ലിമിറ്റഡ് പ്ലസ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നമുക്ക് പോകാം. മൾട്ടി ഫങ്ഷണൽ 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് ഇതിനുള്ളത്. ഓഡിയോ ബട്ടൺസ് എല്ലാം ഈ സ്പോക്സിൻ്റെ ബാക്ക് സൈഡിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇസ് ഇൻ ദ കീ പോർഷൻ. ആ പോർഷനിലാണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി എന്താ പറയുക, വളരെ കംഫർട്ടബിൾ ആണ്. നല്ല ലെതർ റാപ്പ് ചെയ്തിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഇറ്റ്സ് വെരി കൂൾ. ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ പെയിൻറ്റ് സ്കീമാണ് ഇതിൻ്റെ അകത്ത്. കാരണം ഡാഷ്ബോർഡൊക്കെ ബ്ലാക്ക് വന്നിട്ട് ലോവർ പോർഷനിൽ ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് AC വെൻറ്റ് എല്ലാം പിയാനോ ഫിനിഷ് കൊടുത്തിട്ട് ക്രോം ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി അട്രാക്റ്റീവ് ടു സീ. വൈപ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെയിൻ സെൻസറിങ് വൈപ്പേഴ്സാണ് കോമ്പസിൻ്റേത്. ബ്രൈറ്റ് LED ഹെഡ് ലാംപ്സ് ആണ് കോമ്പസിനുള്ളത്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഫോഗ് ലാമ്പ് ഉണ്ട്. ഫോഗ് ലാമ്പ് കോർണറിംഗ് ഫംഗ്ഷനുള്ള ഫോഗ് ലാമ്പ് ആണ്. ആൻഡ് ജസ്റ്റ് അബവ് ദി ഫോഗ് ലാമ്പ് യു ഹാവ് ദി ഡേ ടൈം റണ്ണിംഗ് ലാംപ്സ്. അതും LED ആണ്, ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി സ്റ്റൈലിഷ് ആൻഡ് ലുക്സ് വെരി അമേസിംഗ്. കോമ്പസ് കുറച്ചധികം കളർ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. വോക്കൽ വൈറ്റ്, മിനിമൽ ഗ്രേ, ബ്രില്യൻ ബ്ലാക്ക്, എക്സോട്ടിക്ക റെഡ്, ഹൈഡ്രോ ബ്ലൂ ആൻഡ് മെഗ്നീഷ്യോ ഗ്രേ. കോമ്പസ് ഒരു 4 വേരിയൻസിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ദാറ്റ് ഇസ് സ്പോർട്ട്, ലോഞ്ചിറ്റ്യൂഡ്, ലിമിറ്റഡ് ആൻഡ് ലിമിറ്റഡ് പ്ലസ്. ഇൻറ്റീരിയറിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇറ്റ് ഇസ് 8.4 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മൊത്തത്തിലൊരു റിച്ച് ലുക്ക് ഉണ്ട് അകത്ത്. പിന്നെ എപ്പോൾസറി, പ്രീമിയം എപ്പോൾസറി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലെതർ സീറ്റ്സ്, അത് വളരെ കംഫർട്ടായിട്ടുള്ളൊരു സീറ്റിംഗ് ആണ്. കോമ്പസിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചേഴ്സ് ടെറൈൻ ട്രാക്ഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. 4 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ഓട്ടോ, സാൻഡ്, സ്നോ, മഡ്. ഇങ്ങനെ 4 ഡ്രൈവ് മോഡ്സ് അവൈലബിൾ ആണ്. Now moving on to your favorite segment, celebrity segment. പ്രിയമുള്ളവരെ, ഞാൻ ബിജുക്കുട്ടൻ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണ്. അതാണ് ഈ വേഷം. കബീറിൻ്റെ ദിവസങ്ങൾ എന്നാണ് സിനിമയുടെ പേര്. സാധാരണ വീട്ടിലും ഞാനിങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ വാരി തേച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ നിൽക്കണമെന്ന് ചോദിക്കും. സിനിമ സെറ്റിലാണ്. അപ്പോൾ കൗമുദി ടിവിയുടെ ഡ്രീം ഡ്രൈവ് എന്ന പ്രോഗ്രാമാണിത്, എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും പറയണ പോലെ അല്ലെങ്കിൽ എല്ലാവരും ചെയ്ത പോലെ തന്നെ 2 വീലറുമാണ് നമ്മൾ ആദ്യമായിട്ട് ഡ്രൈവിംഗ് തുടങ്ങിയത്. എല്ലാവരും ചെയ്ത പോലെയൊക്കെ തന്നെ സൈക്കിളിലാണ് ഞാനും തുടങ്ങിയത്. എൻ്റെ സൈക്കിളിൻ്റെ പഠിത്തം, സൈക്കിൾ ചവിട്ടി പഠിക്കുന്നത് ഒരു വെറൈറ്റി ആയിരുന്നു. കാരണം ഈ വലിയ സൈക്കിളിൽ എനിക്ക് ചവിട്ടി പഠിക്കാനായിട്ടുള്ള ഹൈറ്റ് എനിക്കുണ്ടായിരുന്നില്ല.
ഇതുപോലെയൊക്കെ ഇതിലും ചെറുതായിരിക്കുമല്ലോ അന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അന്ന് 2-3 കാറ്റഗറിയിലുള്ള സൈക്കിളുണ്ട്. വലിയ സൈക്കിള്, അതിലും ചെറിയ അരയുടെ സൈക്കിള്, പിന്നെ ഏറ്റവും ചെറിയ സൈക്കിള്. അപ്പോൾ ഈ ഹാഫ് സൈക്കിളുണ്ട്, അതിലാണ് ഞാൻ ചവിട്ടി പഠിച്ചത്. അച്ഛനാണ് നമുക്ക് അത് ആദ്യം വാടകയ്ക്ക് എടുത്തത്. നമ്മൾ തൊട്ടടുത്ത് വീടിൻ്റെ അടുത്തുള്ളൊരു സൈക്കിൾ ഷോപ്പിൽ അത് വാടക കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ അരമണിക്കൂർ ഇത്ര പൈസയാണ് അതിന്. അങ്ങനെയാണ് സൈക്കിൾ ഓട്ടി പഠിച്ചത്. പിന്നെ അത് 2 വീലറിലേക്ക് മാറിയപ്പോൾ എൻജിൻ വെച്ച നമ്മുടെ മോട്ടോർ ബൈക്കിലേക്ക് മാറിയത് എനിക്ക് തോന്നുന്നു ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരന്മാർക്ക് തന്നെ ഉണ്ടായിരുന്നു. കൂട്ടുകാരന്മാർ അച്ഛന്മാർക്ക് ഒക്കെ ഈ സ്കൂട്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്കൂട്ടറിൽ നമ്മൾ ലൈസൻസ് ഇല്ലാതെ തന്നെ ഇതുപോലെ തന്നെ വൈകിട്ട് സമയങ്ങളിലും അല്ലെങ്കിൽ അവന്മാർ ശനി ഞായറൊക്കെ നമ്മളെ കളിക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഓടിച്ച് ട്രൈ ചെയ്താണ് പഠിച്ചത്. പിന്നെ ഞാൻ 2 വീലർ എടുക്കുന്നത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരുപാട് നാൾ കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞ് മിമിക്രിയിലൊക്കെ വന്നു കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു 2 വീലർ ഞാൻ എടുക്കുന്നത്. ആ 2 വീലർ എനിക്ക് തോന്നുന്നത് വലിയ ഒരു എമൗണ്ടിൻ്റെ ഒക്കെ വലിയൊരു ബൈക്കല്ലായിരുന്നു. ഈ സാമ്രായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സുസുക്കിയുടെ വണ്ടിയാണ്. അപ്പോൾ അന്നൊക്കെ എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല, പക്ഷേ 2 വീലർക്ക് നന്നായിട്ട് ഓടിക്കുമായിരുന്നു. അതാണ് 2 വീലർ എടുത്ത ഒരു കാലഘട്ടം. പിന്നെ അത് എനിക്ക് തോന്നുന്നത് മിമിക്രിയൊക്കെ കുറേ പ്രൊഫഷണലായിട്ട് നമ്മുടെ ടീമിലൊക്കെ വന്ന് അത്യാവശ്യം TV പ്രോഗ്രാമിലൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ 4 വീലറിനോടുള്ളൊരു മോഹം വന്നത്. അതും എനിക്ക് കാർ ഓടിക്കണം എന്നൊരു താല്പര്യമുണ്ട്. കാരണം കാറൊക്കെ ഓടിക്കാനുള്ളൊരു ആസ്തി നമുക്കുണ്ടായില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഡ്രൈവിംഗ് ഓടിക്കാനായിട്ട് ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയത്. അതിൻ്റെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിമിക്രി ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കാമല്ലോ. കാരണം നമ്മുടെ കൂട്ടുകാരന്മാർ മിക്കവാറും എല്ലാവരും ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓട്ടോറിക്ഷ പഠിക്കാൻ വേണ്ടി ലൈസൻസ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ശക്തി ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂൾ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്. ശക്തി എന്ന് പറയുന്നത് നമ്മളൊരു ജ്യേഷ്ഠന് തുല്യമായിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളോട് ഭയങ്കര സ്നേഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓട്ടോറിക്ഷയുടെ ഡ്രൈവിംഗ് ഒന്ന് പഠിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ ചെല്ലണത്. അവിടെ ഓട്ടോറിക്ഷയുടെ ഡ്രൈവിംഗ് പഠിക്കുന്നതിനിടയിൽ എന്നെ ഒരു ദിവസം കാറിൽ കയറ്റി ഇതിൻ്റെയെങ്കിലും ലൈസൻസ് എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനുള്ള ക്യാഷ് എൻ്റെ കയ്യിലില്ല. പിന്നെ അത് തന്നെയല്ല, നമുക്ക് കാറിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് പറയാൻ പറ്റില്ല ബിജു, വലിയ സിനിമാറിനൊക്കെ ആയി പോയി കഴിഞ്ഞാൽ അന്നേരത്ത് പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല, ഇപ്പം തന്നെ എടുത്തോളാൻ പറഞ്ഞ്. അത് അങ്ങനെ അങ്ങോട്ട് ഒഴുക്കി വിട്ട്. പക്ഷേ പുള്ളി എന്നെ പഠിപ്പിച്ചു. ഞാനിങ്ങനെ ക്യാഷിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അടച്ചു തീർത്താമെന്ന് പറഞ്ഞു. കുറേ നാളുകളായിട്ട് അടച്ചടച്ച് പൈസ ഉള്ള പോലെ കൂടെ. അപ്പോൾ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കണമെന്ന് പുള്ളിക്കാരാണ് കൂടുതൽ താല്പര്യം. എന്താണെന്നറിയില്ല, അത് പഠിച്ച് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അന്ന് പുള്ളി പറഞ്ഞ് എന്നോട് പറഞ്ഞ് ലൈസൻസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞ് ഇതൊക്കെ വലിയ നടനാകുമ്പോൾ സിനിമയിലൊക്കെ പറഞ്ഞോട്ടോ, അല്ലെങ്കിൽ നാനയിലും അല്ലെങ്കിൽ മറ്റുള്ള മീഡിയയിലൊക്കെ വരുമ്പോൾ എൻ്റെ പേര് പറഞ്ഞോട്ടാണെന്ന് പറഞ്ഞ്. അതെനിക്ക് തോന്നുന്നത് വലിയ നടനായില്ലെങ്കിലും കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചപ്പോൾ ഇതുപോലത്തെ പ്രോഗ്രാമൊക്കെ വന്നപ്പോൾ എനിക്കത് പറയേണ്ടി വന്നിട്ടാണ്. എന്തായാലും പുള്ള നാക്ക് പന്നായി. വലിയ നടനായില്ലെങ്കിലും കുറച്ച് സിനിമയിൽ അഭിനയിച്ചല്ലോ. അപ്പോൾ ആ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ലൈസൻസ് എടുക്കുന്നത് കാറിൻ്റെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു 2 വീലർ എടുക്കുന്നത്. കാരണം എല്ലാം നമ്മൾ അത്യാവശ്യം നേരത്തെ മിമിക്രി പരിപാടികളൊക്കെ ഉണ്ട്, അത്യാവശ്യം ചാനലിലൊക്കെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം മിക്കവരും ഈ ചെറിയ ചെറിയ കാറുകളൊക്കെ എടുത്തു തുടങ്ങി, സെക്കൻഡ് ഹാൻഡ് കാറുകൾ എടുത്തു തുടങ്ങി, 2 വീലറൊക്കെ എടുത്തു തുടങ്ങി. അപ്പോൾ ഞാൻ മാത്രം എടുത്തില്ല. അപ്പോൾ എനിക്ക് ഒന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട് ഞാൻ അപ്പോൾ എന്തും രണ്ടും കൽപ്പിച്ച് ഒരു വണ്ടി എടുക്കാൻ നേരി. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത്, പുത്തനൊന്നും ഫ്രഷ് ആയിട്ടുള്ള വണ്ടിയല്ലായിരുന്നു. സുസുക്കി സാമ്രായി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിന് നിസ്സാര പൈസ ഉള്ളൂ. കാരണം നമ്മുടെ അടുത്ത് അത്രയും പൈസ ഉള്ളൂ. കൂടുതൽ എനിക്കാണെന്ന് തോന്നുന്നു ഈ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഈ 2 വീലറൊന്നും ഇല്ലാത്തത്. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞ് നമുക്കൊരു വണ്ടി എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ നിസ്സാര പൈസ എന്തോ അന്ന് 5,000-6,000 രൂപ ആയില്ല വണ്ടിക്ക്. അത്രയും ഉള്ളൂ ആ വണ്ടി. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത് വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഭാഗ്യം വരുന്നതാണ്. കാരണം ഭയങ്കര മൈലേജാണ് അതിന്. ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ മൈലേജ് കിട്ടാറില്ല. പക്ഷേ നമ്മൾ എടുത്തതിന് ശേഷം ഭയങ്കര മൈലേജാണ്. കാരണം എൻ്റെ അടുത്ത് പൈസ ഇല്ലാണ്ടാണെന്ന് തോന്നുന്നു ദൈവം മൈലേജ് കൂട്ടി തന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഒരു 50 രൂപ 100 രൂപക്കൊക്കെ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ 2 ആഴ്ചയൊക്കെ ഓടാൻ പറ്റും. നമ്മൾ ടാങ്ക് തുറന്ന് നോക്കുമ്പോൾ പിന്നെയും പെട്രോൾ ഉണ്ടാവാനത്. അതൊരു ഭാഗ്യമായിരുന്നു. അതൊരു ഭാഗ്യമാണ്. പക്ഷേ വേറൊരു ഡിഫക്റ്റ് ഉണ്ട് ഇതിനകത്ത്. കാരണം ഈ ഒരു ഭാഗ്യം ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ ഈ വണ്ടി തന്നെ ഓഫായി പോകും. അതൊരു ഭയങ്കര ഡിഫക്റ്റായിരുന്നു. കാരണം എന്താണെന്ന് അറിയില്ല, പുള്ളി മേടിച്ചിട്ടാണോ ഞാൻ മേടിച്ചിട്ടാണെന്ന് അറിയില്ല, വണ്ടി ഓഫായി പോകും. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് നിസ്സാര പൈസ ഉള്ളതിൻ്റെ ഇതിനകത്ത് ഇനി എൻ്റെ ബുക്കും പേപ്പറും കാര്യങ്ങളൊന്നും വളരെ കറക്റ്റല്ലായിരുന്നു. ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കറക്റ്റല്ല. അപ്പോൾ എപ്പോഴും എന്നെ പിടിക്കും. പിന്നെ തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ. എന്നെ അറിയാവുന്ന പോലീസുകാരാണ്, വലിയ പ്രശ്നക്കാരനല്ലാത്ത രീതിയിൽ ഉള്ളതുകൊണ്ട് എന്നെ എപ്പോഴും വെറുതെ വിടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫക്റ്റ് ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു.
അതാണ് നമ്മുടെ ടൂ വീലർ ആദ്യം എടുത്തത്. പിന്നെ എനിക്ക് തോന്നുന്നത് പരിപാടികളൊക്കെ കൂടി സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് ഒരു 25-30 സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കാറിലേക്ക് കിടക്കുന്നത്. കാരണം കാറ് സ്വന്തമായിട്ട് എടുക്കുന്നത്. ഞാൻ ആദ്യം ഒരു ഇത്തിരി സ്ഥലം വാങ്ങിച്ച് വീടൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞപ്പോഴാണ് കാറ്. അപ്പോഴും എൻ്റെ കൂട്ടുകാരന്മാർക്ക് കാറ് മൊബൈൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ കാറ് നമ്മുടെ ഇതുപോലെ മാരുതി സ്വിഫ്റ്റാണ് ഞാനെടുത്ത കാറ്. അത് എനിക്ക് തോന്നുന്നു ഒരു 2-2.5 വർഷം 3 വർഷത്തോളം ഞാൻ ഉപയോഗിച്ചു. അതിന് ഞാൻ ആദ്യം വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് നേരത്തെ ഈ വണ്ടി ഓടിക്കാൻ ഭയങ്കര ക്രേസായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡ്രൈവറൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ആരെങ്കിലും കൂട്ടുകാരന്മാർ കയറി വരും, ഞാൻ തന്നെ ഓടിക്കും. കുറച്ച് മടുത്ത് കഴിയുമ്പോൾ അവന്മാർ കയറി ഓടിക്കും. പിന്നെ രാത്രി ഓടിക്കുന്ന കേസിൽ എനിക്ക് ഇത്തിരി പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇത്തിരി ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ രാത്രി ഓടിക്കാൻ ഒരാളെ എപ്പോഴും ഉണ്ടാകും. അന്നും ഡ്രൈവറല്ല, നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ കയറ്റിയിരുത്തും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 2-2.5 വർഷം കഴിഞ്ഞപ്പോഴാണ് വേറൊരു വണ്ടി എടുത്ത്. എന്താണ് ഒരു സഡാൻ മോഡലുള്ള ഫിയറ്റിൻ്റെ ലീനിയ എന്ന് പറഞ്ഞ വണ്ടി എടുത്തത്. അതും ഇതുപോലെ തന്നെ ഒരു 3-3.5 വർഷം 4 വർഷത്തോളം ആ വണ്ടി ഉപയോഗിച്ച്. അത് എനിക്ക് തോന്നുന്നു ഈ തൊട്ടടുത്ത കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് അത് കൊടുത്തത്. ഇപ്പോൾ വേറൊരു പുതിയ വണ്ടി എടുത്ത്. അത് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ ഡ്രൈവറൊക്കെ ഉണ്ട്. കാരണം പണ്ടത്തെ പോലെ ഒന്നും നമുക്കിപ്പോൾ എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞ് ഓടിച്ച് സഡൻലി ആയിട്ടൊന്നും പോകാൻ പറ്റില്ല. പിന്നെ വണ്ടികളൊക്കെ കൂടി, പിന്നെ നമ്മുടെ കൺട്രോളും പവറൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അതിനിപ്പോൾ ഒരു ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ലൊക്കേഷനിലേക്കാണെങ്കിലും പ്രോഗ്രാമിനാണെങ്കിലും വണ്ടി ഡ്രൈവറാണ് ഓടിക്കുന്നത്. എങ്കിലും ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് 2-3 സിനിമയൊക്കെ ഞാൻ തനിച്ചാണ് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കൊക്കെ വന്നത് ഓടിച്ച്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ആ ക്രൈസ് നമുക്കുണ്ട്. പിന്നെ നമുക്ക് ഉള്ളൊരു നേരത്തെ പറഞ്ഞിട്ട് തന്നെ ഒരു പെട്ടെന്ന് നമുക്ക് ചെല്ലേണ്ട സമയങ്ങളിൽ നമ്മൾ ഓടിച്ചു കഴിയുമ്പോൾ ചെറിയ സ്പീഡ് കുറഞ്ഞൊക്കെ ലൈറ്റായി ചെല്ലുമെന്ന് പറയുന്ന പേടി കൊണ്ടാണ് ഡ്രൈവർ വെച്ച് ഓടിക്കണത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പുതിയ കാറിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി എന്താ പറയുക, ഇനി പൈസയൊക്കെ കൂടുതൽ കിട്ടുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ വണ്ടി ഓടിച്ച് മടുത്ത് കഴിയുമ്പോൾ വേറെ വണ്ടി എടുക്കാം. യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നത് മിക്കവാറും യാത്രകളിലൊക്കെ ഈ ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവർ സീറ്റിൽ ഞാനായിരിക്കും ഇരിക്കുന്നത്. കാരണം അത് ടിനിയുടെ 5 സ്റ്റാർ തട്ടുകടയൊക്കെ ഉള്ള സമയത്ത് ടിനിയുടെ വണ്ടിക്ക് പോകുമ്പോൾ, സ്കോർപ്പിയോന് പോകുമ്പോൾ തൊട്ടപ്പുറത്ത് ഞാനായിരിക്കും. പക്രുവിൻ്റെ വണ്ടിക്ക് പോയാലും തൊട്ടപ്പുറത്തെ സീറ്റിൽ, ഡ്രൈവർ സീറ്റ് കഴിഞ്ഞാൽ അപ്പുറത്തെ സീറ്റിൽ ഞാനായിരിക്കും. കാരണം ഇതൊക്കെ ഒന്ന് കാണാനും പഠിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ എന്നാൽ അവർ ഇരുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഉറക്കമില്ല. രാത്രിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ വണ്ടിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാതിരിക്കുന്ന ഒരാളല്ലോ അവർക്ക് ഇവിടെ ഇരുത്താനുള്ള ആഗ്രഹവും അവർക്ക് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാതിരിക്കുന്ന ഞാനാണ്. അപ്പോൾ ട്രൂപ്പിൻ്റെ വണ്ടിയിലായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ 2 വീലർ 4 വീലർ ഞാൻ ലൈസൻസ് എടുക്കാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോണേക്കുമ്പോൾ എൻ്റെ 4 വീലർ കാറ് ഓടിക്കുമായിരുന്നു. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രൂപ്പിൻ്റെ വണ്ടി ഉണ്ടെന്ന് സെറ്റൊക്കെ ഇറക്കി കഴിഞ്ഞതിന് ശേഷം ഈ മാറ്റിയിടും. അല്ലെങ്കിൽ ഇപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വണ്ടി വിടും. ഇതൊക്കെ അങ്ങനെയാണ് അത് ഓടിച്ചു പഠിച്ചത്. കാരണം ഞാൻ കൊണ്ടുവന്ന് ഇടാമെന്ന് പറയും അവർ. കാരണം നമ്മളോട് സ്നേഹമുള്ളതിൻ്റെ വലിയ കീ തരും. നമുക്ക് 2-3 ഗിയറൊക്കെ ഇട്ട് അടുപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയും ലോങ്ങുള്ളൂ. അങ്ങനെയാണ് അത് ആദ്യമായിട്ട് പഠിച്ചത്. അപ്പം ഈ ട്രൂപ്പിൻ്റെ വണ്ടിയായാലും ഇപ്പോൾ കൊച്ചിൻ്റെ എസ്സിയായാലും സരികയിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഈ ഡ്രൈവറിൻ്റെ തൊട്ടപ്പുറത്തെ സീറ്റിൽ ഞാൻ ഉണ്ടാവും. ഈ ഒരു ദിവസം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു പ്രശ്നമുണ്ടായി. കാരണം അടൂര് പ്രോഗ്രാമിന് നമ്മൾ പെരുമ്പാവൂരിന്ന് കൊച്ചിൻ്റെ എസ്സിയാന്ന് പറഞ്ഞ ട്രൂപ്പിൽ പോകുന്ന സമയത്ത് അത് വലിയ സെറ്റപ്പുള്ള വണ്ടിയൊന്നുമല്ല. അത്യാവശ്യം മിമിക്രിക്കാരൊക്കെ പോണ വണ്ടി അറിയാമല്ലോ. ഇതിൻ്റെ ആക്സിലേറ്റർ കേബിളാണ്, അത് പൊട്ടിപ്പോയി. ഈ പൊട്ടിപ്പോയിട്ട് അന്ന് ഞായറാഴ്ചയാണ്. വേറെ എന്തോ ഡേ ഒക്കെ ആയിരുന്നു. വർക്ക്ഷോപ്പും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അവിടെ നിന്ന് 2 പ്രോഗ്രാമുണ്ട്, കാരണം ഈ ആക്സിലേറ്റർ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ല. കാരണം ഈ ആക്സിലേറ്റർ വിട്ടിട്ട് വേണം, പിന്നെ ക്ലച്ച് താങ്ങിയിട്ട് വേണം, പിന്നെ ഗിയറൊക്കെ ഇടാനായിട്ട് ഭയങ്കര പ്രശ്നമല്ല. കാരണം ആക്സിലേറ്റർ പോയിട്ട് ഇതിൻ്റെ ഒരു കേബിളുണ്ട്. കേബിൾ ഇങ്ങനെ വന്നിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ ആക്സിലേറ്ററിന് പകരം ഞാനങ്ങ് പിടിക്കായി സാധനം അത് ഇങ്ങനെ വലിച്ചു പിടിക്കണം. എന്നിട്ട് ഓരോ ഗിയർ ഇടുമ്പോഴും ഈ സാധനം താത്തി അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കൈകൊണ്ട് ഇട്ടിട്ട് ഞങ്ങൾ നമ്മുടെ അടൂർ വരെ പോയി. അപ്പം അത് കാരണം നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു അത്. പക്ഷെ നമുക്ക് എത്തിയേ പറ്റൂ. അപ്പോൾ ഡ്രൈവർ തന്നെ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒന്ന് പിടിച്ചൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ടൈമിംഗ് അനുസരിച്ച് ഗിയർ ഇടുമ്പോൾ ചേട്ടനൊന്ന് സ്ലോ ചെയ്യാൻ ഒന്ന് ഫാസ്റ്റ് ചെയ്തൊക്കെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം വേറെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ കറക്റ്റായിട്ട് പതുക്കെയൊക്കെ സൈഡൊക്കെ ചേർന്ന് പോയി ട്രൂപ്പിൻ്റെ പരിപാടി ഭംഗിയായിട്ടൊക്കെ നടന്ന് പോകുന്നത്. വൈകിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു.
കറക്റ്റായിട്ട് വളരെ കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഇത് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തപ്പോൾ ദൈവം നിങ്ങളിത് എങ്ങനെ പോയെന്നാണ് ചോദിക്കണത്. കാരണം ഇങ്ങനെ വണ്ടി ഓടിക്കാനേ പാടില്ല എന്നാണ് പറയണത്. അതൊരു അനുഭവം വരുന്നത്. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു ഇത്. കോമ്പസിൻ്റെ കുറേയൊക്കെ ഡീറ്റെയിൽസ് പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഇനി മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി ഡ്രീം ഡ്രൈവ് വീണ്ടും വരും. ടിൽ ദെൻ ഇറ്റ്സ് പിങ്കി കണ്ണൻ സൈനിങ് ഓഫ്. സീ യു.